നിഷാദ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SNDPയും NSSും ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് രണ്ട് സമുദായ സംഘടനകൾ അവർ കാലഘട്ടത്തിന് അനിവാര്യത എന്നോ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അവർ ഐക്യത്തോടെ പോകുന്നു. അതിലപ്പുറത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവർ ഐക്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല. അത് അവരുടെ സ്വതന്ത്രമായ തീരുമാനമാണ്. അതിനപ്പുറത്തൊരു രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന രീതിയിൽ അവർ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമുള്ളൂ. അതിനപ്പുറത്ത് രണ്ട് സാമുദായിക സംഘടനകളുടെ തികച്ചും ആഭ്യന്തരമായിട്ടുള്ള അഭിപ്രായത്തിൽ അവരുടെ സ്വതന്ത്ര തീരുമാനത്തിൽ ഞങ്ങൾ ഇടപെടുന്നത് ശരിയുമല്ലല്ലോ. അതിനപ്പുറത്ത് അതിലൊരു പൊളിറ്റിക്സ് ഇപ്പോൾ പറയേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, അല്ല അത് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ അത് ശരിയാണ്. നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതിന് പ്രയാസമുണ്ട്. പക്ഷേ ഈ NSSും SNDP യോഗവും പ്രത്യേകമായ ഒരു കോൺടെക്സ്റ്റ് ഇല്ലാതെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന് മാത്രവുമല്ല, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പ്രതിപക്ഷ നേതാവിനോട് ഒരു നിലയ്ക്കും പ്രതിപത്തിയില്ലാത്ത കടന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അത് പെട്ടെന്ന് അവർ രണ്ടുപേരും രണ്ടാവുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു ദിശമാറ്റത്തെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നതെന്ന് ചോദിക്കാൻ ഞാൻ. അല്ല, ഞങ്ങൾ അത് പ്രതിപക്ഷ നേതാവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെയും ഒഫീഷ്യൽ സ്റ്റാൻഡ് അത് തന്നെയാണ്. അവർ ഐക്യപ്പെടുന്നതിന് നമ്മൾ ആരും എതിരല്ല. ഐക്യപ്പെട്ട് സമൂഹത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദായ സംഘടനകൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിന് അത് ഗുണകരമാകുന്ന രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ നമ്മളിപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശനായാലും പ്രതിപക്ഷ നേതാവ്, അതുപോലെ നമ്മളെടുത്ത പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വർഗീയത പറയുന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ. അതിനപ്പുറത്ത് അവരുടെ സംഘടനാപരമായ അഭിപ്രായം പറയുന്നതിനോ അവരുടെ സ്പേസിന് വേണ്ടി അവർ വാദിക്കുന്നതിനോ ഒന്നും നമുക്കൊരു എതിർപ്പുമില്ല. രണ്ടാമത്തെ കാര്യം, അവർ ഐക്യപ്പെടുന്നു എന്നുള്ള സന്ദേശം കൊടുത്തുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്തത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ ആണ് എന്നുള്ളത് ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. അവർ ഐക്യപ്പെടുന്നത് UDFന്റെ നേതാവായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരാണ് എന്നുള്ളൊരു നരേറ്റീവ് പൊതുബോധം സൃഷ്ടിക്കപ്പെടുകയും അതിനെ തുടർന്ന് അവർക്ക് വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന രണ്ട് സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ അവർ ഐക്യപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാകുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പൊതുജനത്തിന് തോന്നുകയും അത്തരത്തിൽ അഭിപ്രായം രാഷ്ട്രീയമായും സംഘടനാപരമായും ഞങ്ങൾ പറയുകയും ചെയ്യും. അതിനപ്പുറത്ത് സാമുദായികമായി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നു, അവർ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഐക്യപ്പെടുന്നതിന് നമുക്ക് ആർക്കും എതിർക്കേണ്ട കാര്യവുമില്ലല്ലോ. അല്ല, ജിൻഡോ പറയുകയാണ് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചതിന് ശേഷം അവർ ആദ്യം നടത്തുന്ന വ്യായാമം പ്രതിപക്ഷ നേതാവിനെ ചീത്ത പറയലാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ് ജിൻഡോ? അതിൻ്റെ ബെനിഫിഷ്യറി, അതിൻ്റെ ഗുണഭോക്താവ് CPM ആണ്, LDF ആണ്. ഇപ്പോൾ അവർ രണ്ടായി നിൽക്കുകയും വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ അജണ്ടയോടുള്ള പ്രശ്നം പറഞ്ഞുകൊണ്ട് വിഘടിച്ചു മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് നിങ്ങളാണോ? അല്ല, അതിൻ്റെ ഗുണഭോക്താക്കൾ SNDP NSSും ഐക്യപ്പെടാതെ രണ്ടായി നിൽക്കുന്നു. അവർ രണ്ടായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒന്നായി നിൽക്കുന്ന സംഘടന രണ്ടാകുന്നു എന്നുള്ളതല്ല. പരമ്പരാഗതമായി പതിറ്റാണ്ടുകളായി അവർ രണ്ട് ഐഡന്റിറ്റിയിൽ രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ആശയപരമായി തന്നെ വ്യത്യസ്ത ധാരകളുള്ള സംഘടനകളാണ്. അപ്പോൾ അവർ അവരുടേതായ ഇൻഡിപെൻഡൻസ് സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ ബെനിഫിഷ്യറി ഒന്നും ആകുന്നില്ല. പക്ഷെ അവർ ഐക്യപ്പെട്ടിട്ട് അവർ നടത്തുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും എതിരാകുമ്പോൾ അതിൽ ബെനിഫിഷ്യറി ആകുന്ന സംസ്ഥാന സർക്കാരാണ്. അത്രയും മാത്രമേ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് അക്കാര്യത്തിലുള്ളൂ. അവർ ഐക്യപ്പെട്ടിട്ട് സംസാരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരിൽ പ്രതിപക്ഷ നേതാവിനെ കൃത്യമായി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങളും അഭിപ്രായം പറയും. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനകത്തെ നേതൃനിരയെക്കുറിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലൊക്കെ ഇവർ പ്രത്യക്ഷത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങൾക്കും ചില അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. അതിനപ്പുറത്ത് സാമുദായിക സംഘടനകൾ എന്നുള്ള നിലയിൽ അവരുടെ തീരുമാനങ്ങൾ അവർ പറയുകയും അവർ ഐക്യപ്പെടുകയോ സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടി പറയുകയോ ചെയ്യുന്നതിൽ ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല, ഞങ്ങളൊരു പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവർ ഒന്നിച്ച് നിന്നിട്ട് ഫൈറ്റ് ചെയ്തത് പ്രതിപക്ഷ നേതാവിനെതിരെയാകുമ്പോൾ മാത്രമാണ് അത് CPMന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നു, പിണറായി വിജയൻ അനുകൂലമാണ് എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയും വെള്ളാപ്പള്ളി നടേശൻ കുറെ കൂടി കടന്ന് പറയുന്നുണ്ട് പിണറായി വിജയൻ തന്നെ മൂന്നാമത് മുഖ്യമന്ത്രിയാകണം, CPMൽ പോലും പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളും യോഗ്യനല്ലെന്ന് പറയുന്നു. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അതിൽ രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പറയും. ആ ഒരു ഘട്ടത്തിൽ അതിന്റെ ബെനിഫിഷ്യറി CPM ആണെന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഈ പറഞ്ഞ സാമുദായിക നേതാക്കന്മാർക്ക് തന്നെയാണ്.